PV അൻവർ ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി കോഴിക്കോട് കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതിനാൽ അൻവറിൻ്റെ ഇനിയുള്ള തീരുമാനം നിർണായകമായിരിക്കും. അൻവർ KCയെ കാണാൻ കോഴിക്കോടെത്തി. പക്ഷേ KC അദ്ദേഹത്തിനെ കാണാതെ കരിപ്പൂർ വിമാനത്താവളം വഴി ഡൽഹിക്ക് മടങ്ങിപ്പോയി. വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് വിപിൻ സി വിജയൻ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വഴികൾ ചുരുങ്ങി നേർത്തു വരുന്നത് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നു. ഇനി അൻവറിന് എന്ത് വഴി? ഗുഡ് മോർണിംഗ് SKN. കൂടിയാലോചനകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് മത്സരിക്കണമോ എന്നുള്ള കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതിനു മുൻപ് ഒരു അവസാന ശ്രമമായിട്ടുള്ള സമവായ ചർച്ചകൾ നടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. പക്ഷേ അൻവർ നിലപാട് കടുപ്പിക്കുന്നു. ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നുള്ളതിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം. അത് UDF നേതൃത്വവും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു വിജയസാധ്യതയൊക്കെ ബാധിക്കും എന്നുള്ള ഒരു ചിന്ത അവർക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഈ സമവായ ചർച്ചകൾക്ക് അവസാന നിമിഷവും ഒരു ശ്രമം നടത്തുന്നത്. എന്നാൽ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ആദ്യം അൻവർ തിരുത്തട്ടെ എന്ന നിലപാടാണ് ഇപ്പോഴും എടുക്കുന്നത്. അതായത് സ്ഥാനാർത്ഥിയെക്കുറിച്ച് അൻവർ പറഞ്ഞത് AICC പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ ഇത്രയും മോശമായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് ആദ്യം തിരുത്തി നിരുപാധികമായ പിന്തുണ PV അൻവർ പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം സഹകരണം എന്നതിലേക്ക് എത്താമെന്നുള്ളതാണ്. ഇതിലാണ് ഇപ്പോഴും ആ ഒരു ചർച്ച നടക്കുന്നതും ഒരു കീറാമുട്ടിയായി നിൽക്കുന്നതും. ആദ്യം അൻവർ സഹകരിപ്പിക്കുമോ അതോ മുന്നണി പ്രവേശനമായിരിക്കുമോ ആദ്യം നടക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ തന്നെ ഒരു രണ്ട് തട്ടിൽ എന്ന് തന്നെ പറയാം. കാരണം സണ്ണി ജോസഫ്, VD സതീശൻ എന്നിവരുള്ളവർ ആദ്യം അൻവർ തിരുത്തി ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നുള്ളതാണ്. എന്നാൽ ഒരു കൂടിയാലോചനയിൽ ഒരു സമവായം ആദ്യം വരട്ടെ എന്നുള്ളതിലാണ് രമേശ് ചെന്നിത്തലയൊക്കെ ഇതിനെ മുൻകൈ എടുത്ത് നിൽക്കുന്നത്. ഇന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ യോഗം മഞ്ചേരിയിൽ വൈകിട്ട് നടക്കുന്നുണ്ട്. അതിൽ ഒരു ഏകദേശ ധാരണയാവാം എന്നുള്ളതാണ്. ഒരു പക്ഷേ അതിനു മുൻപ് തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് UDFന്റെ ഭാഗത്ത് നിന്ന് ഒരു അസോസിയേറ്റ് മെമ്പർ ആക്കാം എന്നുള്ള ഒരു പ്രഖ്യാപനം വരികയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് ഏറെക്കുറെ പരിഹാരമാകും എന്നുള്ളത് പറയാം. പക്ഷേ അതുണ്ടാകുമോ, അതിന് അൻവർ വഴങ്ങുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഫോണിലൂടെയുള്ള ചർച്ചകളിൽ നടക്കുന്നത്. ഇന്നലെ KC വേണുഗോപാലിനെ കാണാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിലും അത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആ പ്രശ്നം പരിഹരിക്കട്ടെ, അതിനുശേഷം നിലമ്പൂരിൽ വിപിൻ സി വിജയനാണ് നമുക്കൊപ്പം ചേർന്ന്.